Asylum SSCRRB എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കുറേ കാലമായി കുറേ കോൺട്രവേഴ്സീസ് നിലനിൽക്കുന്ന കാര്യമായിരുന്നു നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷന്റെ കാര്യം അല്ലേ. അപ്പോൾ ഇതാ ഇപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട്. അതായത് SSCയുടെ വെബ്സൈറ്റിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് മോഡിഫിക്കേഷൻ ഓഫ് ഡീറ്റെയിൽസ് ഇൻ ദി OTR അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നത്. കാരണം SSCക്ക് കുറേയധികം മെയിലുകൾ ചെല്ലുകയും വൺ ടൈം രജിസ്ട്രേഷൻ എഡിറ്റ് പോസിബിൾ അല്ല എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന ഒരു കാര്യമായിരുന്നു അല്ലെ. എന്നാൽ അതിൽ തെറ്റുകൾ വരുത്തിയാൽ പ്രത്യേകിച്ച് OBC EWS കാറ്റഗറി എല്ലാവർക്കും എപ്പോഴും ഒരു കാറ്റഗറി ആവണമെന്നില്ല അല്ലെ. അപ്പൊ കാറ്റഗറിന്റെ വ്യത്യാസം വരികയാണെങ്കിൽ അവസാനം ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് പ്രശ്നങ്ങൾ വരില്ലേ എന്നുള്ളത് എല്ലാവരുടെയും ഒരു കൺസേൺ ആയിരുന്നു. നമുക്കാണെങ്കിൽ നമ്മുടെ OTR അതായത് വൺ ടൈം രജിസ്ട്രേഷൻ എഡിറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ബേസ് ചെയ്ത് കുറേയധികം മെയിലുകൾ ചെന്നതിന്റെ ഭാഗമായി SSCയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിനു മുന്നേ OTR എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് 31/5/2025 വരെയാണ് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 31/5/2025 വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു? The candidate were informed that the option to edit existing one-time registration form would be permitted only by 31/5/2025 ഇതുവരെയായിരുന്നു നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതായത് അതിനുശേഷം നിരവധി ആസ്പിറൻസിന്റെ കൺസേൺസ് എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ OTR രജിസ്ട്രേഷൻ മോഡിഫൈ ചെയ്യാനുള്ള പുതിയ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. 19/6/2025 മുതൽ 30/6/2025 വരെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നമ്മുടെ OTR എഡിറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. However, multiple representation have been reserved in the commission regarding inability of candidate to modify the OTR details, especially related to OBC EWS. അതായത് ഇപ്പോൾ OBC കാറ്റഗറി അല്ലെങ്കിൽ EWS കാറ്റഗറി ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ, ഇത് കൊടുക്കുന്ന വൺ ടൈം രജിസ്ട്രേഷന്റെ സമയത്ത് ഇത് നമ്മൾ കൊടുത്തു. പിന്നീട് നമ്മുടെ കാറ്റഗറിയിൽ എന്തെങ്കിലും ഡിഫറൻസ് വരികയാണ്, കാരണം നമ്മുടെ ഇൻകത്തിൽ ഡിഫറൻസ് വരുന്നതിനനുസരിച്ച് കാറ്റഗറി മാറാം അല്ലെ. അങ്ങനെ നമുക്ക് കാറ്റഗറി എഡിറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇത് പിന്നീട് നമ്മുടെ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേച്ചറിനെ ഇത് ബാധിക്കും അല്ലെ. അതുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ OTR എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണെങ്കിലും നമ്മുടെ കാറ്റഗറി ആണെങ്കിലും എല്ലാം നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് OTR എഡിറ്റ് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനുള്ള ഡേറ്റ് പുതിയ ഡേറ്റ്സ് ആണ് 19/6/2025 മുതൽ 30/6/2025 വരെയാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഓൾസോ ഇൻഫോം ദാറ്റ് പെർമിഷൻ ടു എഡിറ്റ് OTR എൻട്രീസ് ഈസ് മെന്റ് ടു ബി ജെനുവിൻ പർപ്പസ് ഓൺലി. അതായത് ജെനുവിൻ ആയിട്ടുള്ള കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക, അല്ലാതെ നമ്മുടെ SSCനെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള SSCനെ എന്തെങ്കിലും മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സസ്പീഷ്യസ് ആക്ടിവിറ്റി എന്തെങ്കിലും നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ നമ്മുടെ പാർട്ടിസിപ്പേഷനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എഡിറ്റ് നമ്മുടെ കാറ്റഗറി വെച്ചിട്ടോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടോ പേരിന്റെയോ എന്തെങ്കിലും സ്പെല്ലിംഗ് വെച്ചിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് എഡിറ്റ് ചെയ്യുക. ഈ ഒരു ടൈം കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യമാണ് നമ്മുടെ SSC CGL PYQ ക്രാഷ് ബാച്ചിന്റെ കാര്യം. 45 days ആണ് നമ്മുടെ ഈ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. ക്ലാസ് 26-ാം തീയതി ജൂണിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 999 ആണ് ഈ ബാച്ച് ഫീ എന്ന് പറയുന്നത്. കാരണം നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ CGL എക്സാമിന് PYQന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലായി നമ്മുടെ എക്സാം പാറ്റേണിൽ യാതൊരു ഡിഫറൻസും ഇല്ല എന്നുള്ള കാര്യം അല്ലെ. സോ ഏറ്റവും വ്യക്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, PYQ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ആ ക്വസ്റ്റിന്റെ മെത്തേഡ്സ് മനസ്സിലാക്കാനും ആ ഒരു റിസൾട്ട് നമുക്ക് നമ്മുടെ Tier 1 കാണിക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക നമ്മുടെ SSC CGL PYQ ക്രാഷ് ബാച്ചിലേക്ക്. ഇനി നമ്മുടെ അടുത്ത ബാച്ചാണ് SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. 1499 ആണ് നമ്മുടെ ഈ ബാച്ച് ഫീ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ
ബേസ് ഇല്ലാത്ത പഠിച്ചു തുടങ്ങുന്ന ഒരു ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾ PYQ ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. PYQ ബാച്ചിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ശരിക്കും നമ്മുടെ SSC CGL മാസ്റ്റർ ബാച്ച് ആണ്. Tier 1 ആവശ്യമുള്ള കണ്ടന്റ് ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 1499 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത കഴിഞ്ഞ ക്ലാസ്സുകൾ റെക്കോർഡ് സെഷൻസ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് ഏറ്റവും പെട്ടെന്ന് കണ്ടു തീർക്കുകയും ലൈവിന്റെ കൂടെ എത്താൻ സാധിക്കുകയും നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ Tier 1 കണ്ടന്റ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആണ്. അപ്പോൾ എഡിറ്റ് ആവശ്യമുള്ള എല്ലാവരും ഉടനെ തന്നെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.